2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളീയർ ഇനി എന്തെല്ലാം കാണേണ്ടതായി വരും, എന്തെല്ലാം അനുഭവിക്കേണ്ടതായി വരും എന്നാണ് ചില നേതാക്കന്മാരുടെ ചില ചേഷ്ടകൾ കാണുമ്പോൾ, ചില പ്രവൃത്തികൾ കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. ജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന് ഉണ്ടായിരിക്കുന്ന ചില അപജയങ്ങളെ കുറിച്ചാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളിൽ 90% ആളുകളും CPM-ന്റെ സമുന്നതരായ നേതാക്കളാണ്. CPM-ന്റെ MLA-മാരുണ്ട്, CPM നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റ് ഉണ്ട്, CPM നിയോഗിച്ച ദേവസ്വം കമ്മീഷണറുണ്ട്, CPM മുൻ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ഇങ്ങനെ CPM-ന്റെ സമുന്നതരായ പലരും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിയുമ്പോൾ ജനം അതിന് തക്കതായ തിരിച്ചടി നൽകി. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM അമ്പയെ പരാജയപ്പെട്ടത്. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് CPM ഒരു പ്രത്യേക പരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നു. CPM-ന്റെ ദേശീയ സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള എല്ലാ ആളുകളും ചേർന്ന് എടുത്തൊരു തീരുമാനം തന്നെയാണത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നതിന് വേണ്ടി CPM ഗൃഹ സന്ദർശന പരിപാടികൾ ചെയ്യുക. CPM-ന്റെ ദേശീയ സെക്രട്ടറി മുതൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കുകൊള്ളണം എന്ന് തന്നെയാണ് AKG സെന്ററിൽ നിന്ന് ഇറങ്ങിയ തിട്ടൂരം. മുൻപ് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യപ്രകാരം CPM-ന്റെ നേതൃത്വത്തിൽ അവിടെ സ്ത്രീ പ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി യൗവനയുക്തകളായ സ്ത്രീകളെ നവോത്ഥാനത്തിന്റെ പാർശ്വം പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നവോത്ഥാനത്തിന്റെ വക്താക്കളാണ് എന്ന് വിളിച്ചോതിക്കൊണ്ട് പിണറായി വിജയനും കൂട്ടരും രായ്ക്ക് രായ്മാനം പിണറായി വിജയന്റെ പോലീസുകാരുടെ ഒത്താശയോടുകൂടി പോലീസിന്റെ യൂണിഫോം ഇടിവിപ്പിച്ചുകൊണ്ട് കനകദുർഗയെയും ബിന്ദു അമണിയെയും ശബരിമല സന്നിധാനത്തിൽ കൊണ്ടുപോയി നിർത്തി തൊഴിപ്പിച്ച് ശബരിമലയുടെ ആചാര അനുഷ്ഠാന എല്ലാം ലംഘിക്കുകയായിരുന്നു. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അമ്പെ പരാജയപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ശബരിമല വിഷയത്തിൽ CPM-ന് വെളിവുദിച്ചതും അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങി CPM മാപ്പ് പറഞ്ഞതും ശബരിമല വിഷയത്തിൽ ഇനി ഇങ്ങനെയൊന്ന് CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശദീകരണം നൽകുകയൊക്കെ ഉണ്ടായത്. പക്ഷെ അന്ന് CPM നേതാക്കളാരും, അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളാരും ഗൃഹസമ്പർക്ക പരിപാടിയിൽ ആരുടെയും മുറ്റമടിച്ചു കൊടുക്കുന്ന കാഴ്ച നാം കണ്ടില്ല. ആരുടെയെങ്കിലും അടുക്കളയിൽ കയറി എച്ചിൽ പാത്രങ്ങൾ കഴുകുന്നത് കണ്ടില്ല. ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്. ഇനി 2026 തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ജനം എന്തൊക്കെ കാണേണ്ടി വരും എന്നാണ്. ഇന്നലെ കൊടുങ്ങല്ലൂരിൽ CPM-ന്റെ ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വശം വിശദീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടിയിൽ CPM-ന്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബി തന്നെയാണ് എത്തിയിരുന്നത്. MA ബേബിക്കൊപ്പം ധാരാളം CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു നൌഷാദിന്റെ വീട്ടിലാണ് CPM ദേശീയ സെക്രട്ടറി ഗൃഹസമ്പർക്ക പരിപാടിക്ക് എത്തിയത്. അവിടെ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ അവർ ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം MA ബേബി അവരുടെ അടുക്കളയിലേക്ക് പായുന്നു. MA ബേബി ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നു. MA ബേബി പാത്രം കഴുകുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അതിനേക്കാൾ, അതായത് ദേശീയ സെക്രട്ടറിയേക്കാൾ താഴ്ന്ന നിലയുള്ള നേതാക്കൾ അവരും മുറ്റത്തുള്ള പൈപ്പിന്റെ ചുവട്ടിലേക്കെല്ലാം പാത്രങ്ങളുമായി നീങ്ങുന്നുണ്ടായിരുന്നു. പൈപ്പിന്റെ ചുവട്ടിലും അടുക്കളയിലും പാത്രം കഴുകുന്ന തിരക്കായപ്പോൾ കുറെ CPM പ്രവർത്തകർ പിന്നീട് പാത്രം കഴുകാൻ പറ്റാത്ത വിഷമത്തിൽ അവിടെയുള്ള ചൂലെടുത്ത് മുറ്റമടിച്ചു വാരുന്ന കാഴ്ചയാണ് കണ്ടത് എന്നൊക്കെ ആളുകൾ പരിഹാസദ്യോതകമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മുതിർന്ന CPM നേതാവായ MB ജയരാജനോട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. MA ബേബി ഗൃഹസമ്പർക്ക പരിപാടിയിൽ ഒരു വീടിന്റെ അടുക്കളയിൽ കയറി പാത്രം കഴുകി കൊടുക്കുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജയരാജൻ പഴയതുപോലെ ഒട്ടും സന്ദേഹമില്ലാതെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും വീടുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടിലായാലും ഞങ്ങളുടെ വീട്ടിലായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ആ പാത്രം കഴുകി വയ്ക്കുന്ന ഒരു പതിവുണ്ട്. അതുമാത്രമാണ് MA ബേബി കൊടുങ്ങല്ലൂരിൽ ചെയ്തത് എന്നാണ് MB ജയരാജൻ പറഞ്ഞത്. ഇത് തികച്ചും ഭോഷ്കായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം MA ബേബി ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം, അഖിലേന്ത്യാ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിലേക്ക് എത്തിയപ്പോൾ ബേബിയുടെ പ്രധാനപ്പെട്ട കൂട്ടുകാരിൽ ഒരാളായ P പത്മനാഭനെയാണ് എന്നാണ് ഓർമ്മ. സാഹിത്യകാരൻ പത്മനാഭന്റെ വീട് സന്ദർശിച്ചപ്പോൾ അവിടെ നിന്നും പത്മനാഭന്റെ ഭാര്യ
പായസമടക്കമുള്ള കാര്യങ്ങൾ കൂട്ടി എം.എ. ബേബിക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എം.എ. ബേബി അവിടെ പാത്രം കഴുകി വയ്ക്കുന്നത് ആരും നമ്മൾ കണ്ടില്ല. എന്നാൽ ഇപ്പോൾ CPM-ന്റെ ഗൃഹസമ്പർക്ക പരിപാടി, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നാണം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടുകാരുടെ മുറ്റമടിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുടെ പാത്രം അഴുകി കൊടുത്തിട്ടോ തുണി അടിച്ചു നനച്ചു കൊടുത്തിട്ടോ എന്തായാലും വേണ്ടില്ല, 4 വോട്ട് കിട്ടുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കണക്കാക്കി CPM-ന്റെ ദേശീയ സെക്രട്ടറിയായ എം.എ. ബേബി വരെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അത് തികച്ചും വലിയ ലജ്ജ തോന്നുന്നു സാംസ്കാരിക കേരളത്തിന്. കാരണം CPM-നകത്തുള്ള ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന അഥവാ ബൗദ്ധികമായ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകളിൽ ഒരാളാണ് എം.എ. ബേബി. ധാരാളം വായനയുള്ള ഒരാൾ തന്നെയാണ് എം.എ. ബേബി. എം.എ. ബേബി പോലുള്ള ഒരാൾ കേവലം ഇത്തരം ഒരു ഗൃഹസമ്പർക്ക പരിപാടിയിൽ ഇങ്ങനെ തരം താഴുന്നത് ശരിയാണോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഉള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ആളുകൾ CPM-നും എം.എ. ബേബിക്കും എതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ എം.എ. ബേബി എം.എ. ബേബി ആരുടെയെങ്കിലും അടുക്കളയിൽ കയറി പാത്രം കഴുകിയത് കൊണ്ടോ തുണി അടിച്ചു നനച്ചത് കൊണ്ടോ മുറ്റമടിച്ചു കൊടുത്തത് കൊണ്ടോ ഒരു കാരണവശാലും CPM ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയും എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. CPM-ന്റെ ഗൃഹസമ്പർക്ക പരിപാടിയിൽ ഇനിയും ആരുടെയെങ്കിലുമൊക്കെ CPM നേതാക്കൾ പാത്രം കഴുകി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എം.എ. ബേബി പാത്രം കഴുകാൻ കയറിയ അടുക്കള കണ്ടാൽ നമ്മൾ കാല് കഴുകിയിട്ട് അങ്ങോട്ട് കടക്കാൻ തോന്നുകയുള്ളൂ. കാരണം അത്രത്തോളം ഹൈജീനിക്കായ ഒരു അടുക്കളയായിരുന്നു. കാശുകാരുടെ അടുക്കളയിൽ മാത്രമേ എം.എ. ബേബിയെ പോലുള്ള ആളുകൾ കയറി പാത്രം കഴുകി കൊടുക്കൂ എന്നാണ് ഇപ്പോൾ അതിനെതിരെ പൊങ്കാലയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ ആരുടെയെങ്കിലും ചെറ്റക്കുടിലിൽ കയറി ചെന്നിട്ട് അവിടെ വീട് വൃത്തിയാക്കി കൊടുക്കുകയോ പാത്രം കഴുകി കൊടുക്കുകയോ ചെയ്യുവാൻ എം.എ. ബേബി മുതിരുമോ എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. അതെന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ CPM നേതാക്കൾ ഉപേക്ഷിക്കണം എന്നാണ് സാംസ്കാരിക കേരളം ഒരുപോലെ തന്നെ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന് ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഒഴിവാക്കുക, പ്രഹസന നാടകങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.